ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അവരുടെ കാഴ്ചപ്പാടിൽ, നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു സമയം അവർ നിങ്ങളെങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമ്മൾ നോക്കാൻ പോണത് ഈ ഒരു സമയം അവരുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ എന്താണ്. അപ്പോൾ നോക്കാം. എയ്റ്റ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. പ്രതിസന്ധികളെയൊക്കെ നിഷ്പ്രയാസം മറികടക്കാൻ പറ്റുന്ന അത്രയും സ്ട്രോങ് ആയിട്ടൊരു പേഴ്സണായി നിങ്ങൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അവർ ആദ്യം തന്നെ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ശരിക്കും തൊട്ടാവാടികളായിരുന്നിരിക്കാം, നിങ്ങൾ ഭയങ്കര നെർവസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, പെട്ടെന്ന് ടെൻഷൻ വരെയും അങ്ങനെ എല്ലാത്തിനും പെട്ടെന്ന് ഡിപ്രഷൻ വരെയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ സാധ്യതകളെ, നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ സാധ്യതകളായിട്ട് കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ പിറകോട്ട് വലിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു സാധ്യതയായി കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. വളരെ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർക്ക് വളരെ ഒരു പ്രൗഡ് എന്നൊക്കെ പറയുന്ന ഒരു അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് പല സമയങ്ങളിലും. ഇപ്പോൾ ചിലപ്പോൾ അത് നിങ്ങളോട് ഒരു പ്രകടിപ്പിക്കുന്നില്ലായിരിക്കാം, പക്ഷെ നിങ്ങളെക്കുറിച്ച് വളരെ പ്രൗഡായിട്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഫുള്ളി മാറിപ്പോയി എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന ആ ഒരു രീതി വളരെയധികം മാറിപ്പോയി. നിങ്ങളാണ് ശരിയെന്ന് ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ്, നിങ്ങളാണ് ശരി. കാരണം നിങ്ങൾ വിജയിച്ച ഒരു വ്യക്തി തന്നെ ആയിരിക്കാം ഈ ഒരു സമയം. പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ പണ്ടുണ്ടായിരുന്നതിൽ നിന്നും ശരിക്കും നിങ്ങളുടെ സ്വഭാവവും ആറ്റിറ്റ്യൂഡും ഒക്കെ മാറി. കാരണം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പണ്ട് ഈ ഒരു വ്യക്തിയിൽ മാത്രം നിങ്ങൾ ഫോക്കസ്ഡ് ആയിരുന്നെങ്കിൽ ആ ഫോക്കസൊക്കെ മാറ്റി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകാനും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് നിങ്ങളുടെ കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇത് ഈ ആളിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെ ജീവിക്കാം, ഇപ്പോൾ ഇമോഷണലി ആയാലും അല്ലാതെ ആയാലും നിങ്ങൾ ഇവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകളും ഒരുപാട് ചാൻസസും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു സമയം. ക്വീൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ശരിക്കും ആറ്റിറ്റ്യൂഡിൽ ഭയങ്കര മാറ്റമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ശരിക്കും ക്ലിയറാണ് നിങ്ങളുടെ ചിന്തകൾ. എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ജീവിതം വിജയിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ തന്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, ആരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ നിൽക്കണം, എന്തൊക്കെ നമ്മളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇമോഷണലി നിങ്ങൾ ഒട്ടും അവൈലബിൾ അല്ല ഈ ഒരു സമയം. പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കണം ഇത് കാത്തിരുന്നത്. അവർ ഇമോഷണലി അവൈലബിൾ അല്ലാതിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴും ചിലപ്പോൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും നിങ്ങളുടെ ഒരു കാര്യം കേൾക്കാനോ നിങ്ങളെ അടുത്തിരിക്കാനോ ഒന്നും അവർ സമയം കണ്ടെത്തിയിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രാധാന്യം അവർ തന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഈ ഒരു സമയം. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, നല്ല മെൻ്റൽ ക്ലാരിറ്റി ഉള്ള, എങ്ങനെ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്ന, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇരിപ്പിടം കണ്ടെത്തിയ ഒരാളാണ് നിങ്ങളെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഡെത്ത് കാർഡാണ്. പഴയ ആ ഒരാൾ, ശരിക്കും ബൗണ്ടറി ഉണ്ടായിരുന്ന ആ ഒരാൾ ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്.
നിങ്ങൾ മറ്റുള്ളവർ നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഇവരും അതുപോലെയാണ് ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ അതൊക്കെ എൻഡായിപ്പോയി. നിങ്ങളൊരു റീബർത്തിലാണ് ഈ ഒരു സമയം. അതവർക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റം വന്നു. പണ്ട് നിങ്ങൾ എന്തായിരുന്നോ അതിൻ്റെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫോമിലാണ് ഇപ്പം നിങ്ങളുള്ളതെന്നുള്ളതാണ്. പിന്നെ ഇതിൽ തടസ്സങ്ങളൊക്കെ എങ്ങനെ വേണോ മാറ്റാൻ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ മാറ്റാൻ അതിൻ്റെ ആയുധങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അതിന് ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് കഴിവുണ്ട്. പണ്ടത്തെ പോലെ ശരിക്കും തൊട്ടാവാടികളായ ആൾക്കാരേ അല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ പണ്ട് നിങ്ങൾ അങ്ങനെ ആയിരുന്നത് കൊണ്ട് ഇവരെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിരുന്നതുകൊണ്ട് ഒരുപാട് ഇവർ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ അത്രയും ഡിപ്പെൻഡൻ്റ് ആയിരുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു മൂല്യം അവർ തന്നിട്ടുണ്ടായിരിക്കില്ല. ഈ ഒരു സമയം നിങ്ങൾ ഒട്ടും തന്നെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങളോട് ഒരു റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ എന്നാൽ ഒരു ജലസി ഉണ്ട്. അവർ ആഗ്രഹിക്കുന്നത് എപ്പോഴും നിങ്ങൾ അവരെ ആശ്രയിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എന്നാലും നിങ്ങൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ മാറ്റാൻ നിങ്ങൾക്കറിയാം. ഇതിന് ആരെയും ആവശ്യമില്ല. ഇതിൽ 2 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങളുടെ പ്രയോറിറ്റികളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഇവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇവരെന്താകണം, അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഇരിക്കാനോ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ ഈ ഒരു സമയം അങ്ങനെയല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോറിറ്റി കണ്ടെത്തി, നിങ്ങളുടെ പ്രയോറിറ്റിയിൽ സന്തോഷം കണ്ടെത്തി നിങ്ങളതിൽ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ്. 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ. പാസ്റ്റിൽ ഇപ്പോൾ ഇവർ നിങ്ങളെ ചിലപ്പോൾ ബാക്ക് സ്റ്റാബ് ചെയ്ത് നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ ഒന്നും അല്ലാത്ത അവസ്ഥയിൽ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് ബെഗ് ചെയ്തിട്ടുണ്ടായിരിക്കാം, പോകരുത്, ഇപ്പം അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുകയും ഡിപ്രഷനിലോട്ട് പോവുകയും അവരെ കാലുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സമയം നിങ്ങളതൊക്കെ എൻഡാക്കി എന്നുള്ളതാണ്. ഈ ഒരു 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയിൽ നിന്നും ആണ് നിങ്ങൾ ശരിക്കും ഒരു ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയിലേക്ക് വന്നത്. നിങ്ങളെ എവിടെയാണോ നിങ്ങളെ ഇല്ലാതാക്കിയത്, നിങ്ങളെ അനങ്ങാൻ പറ്റാതാക്കിയത്, അവിടെ നിന്നും നിങ്ങളൊരു ക്യൂനിൻ്റെ എനർജിയിലേക്ക്, മാത്രമല്ല ക്യൂൻ എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ അത്രയും ഇമോഷൻ ഇപ്പം നിങ്ങൾ ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർ അതാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇമോഷനൊന്നുമില്ല, ഇവരെക്കുറിച്ചും ഒരു ഇമോഷനും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് അവർ ഇപ്പം ചിന്തിക്കുന്നത്. 3 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾക്ക് അറിയാം മുന്നോട്ട് പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് വളരെ കൃത്യതയോടുകൂടി മാത്രമാണ് നിങ്ങൾ തീരുമാനം എടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി നിങ്ങളെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല. മുന്നിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് നിങ്ങൾ മുന്നിലോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്കൊരു പ്രയോറിറ്റിയേ അല്ല. അത് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു, ചിലപ്പോൾ നിങ്ങളുടെ ഫിനാൻസിൽ ഫോക്കസ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ സെൽഫ് കെയർ ഒക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായ വേറൊരു ലോകം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. വളരെ ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുന്ന ആൾക്കാരാണെന്നാണ് ഇവർ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഒരു കാർഡ് കൂടി എടുക്കാം. എംപ്രസിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു വിശ്വാസമുണ്ട് നിങ്ങൾക്ക് എന്നുള്ളതാണ്. എംപ്രസ് എന്ന് പറയുന്നത് വളരെ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള, നമ്മളുടെ റെസ്പെക്റ്റ് വിട്ടുകളയാത്ത, മറ്റാരുടെ മുന്നിലും ഒരുപാട് താണു കൊടുക്കാത്ത, എന്നാൽ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്ന, എല്ലാവരുടെയും ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്ന, അതിലുപരി നിങ്ങളുടെ ഇമോഷന് വാല്യൂ കൊടുക്കുന്ന ആളാണെന്നുള്ളതാണ്. ഇതിലും ഇത് വളരെ മറ്റുള്ളവരെ ശരിക്കും ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റുന്ന
ഒരു ഫിഗർ ആയി, ഒരു ഫ്യൂച്ചറായി നിങ്ങൾ എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും സംസാരത്തിലും നിങ്ങളുടെ അപ്പിയറൻസിലും ഒക്കെ ഒത്തിരി മാറ്റം വന്നു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. പാസ്റ്റിലെ പോലെയല്ല, നിങ്ങൾ അത്രയും ഒരു എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതായി എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളങ്ങനെ ആയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ ആകാരം ഒക്കെ മാറി പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതാണ് അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ജഡ്ജ്മെൻ്റാണ് നിങ്ങളുടെ കർമ്മഫലം. നിങ്ങൾ വളരെ ഈസി ആയിട്ട് ജീവിച്ച് തീർക്കുന്നു. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലെന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഒരു പാട്ടൊക്കെ പാടി ജീവിക്കുന്ന തരത്തിലുള്ള, അങ്ങനെ അത്രയും കൂളായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരിപ്പം നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. കാരണം പാസ്റ്റിൽ ഒരുപാട് ടെൻഷനുള്ള ആൾക്കാരായിരുന്നിരിക്കാം നിങ്ങൾ. പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന, എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയ ഒരാളാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ആരും വേണ്ട, നിങ്ങൾ തന്നെ മതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അവർ കാണുന്നത്, മനസ്സിലാക്കുന്നത്. ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.